ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. പൊന്നൂന്റെ ആണ് വീഡിയോ കേട്ടോ. അപ്പൊ ആരും മിസ് ചെയ്യേണ്ടതാ. പൊന്നോട് പറയാൻ പോകുന്നത് അപ്പൊ ഇന്ന് കുറച്ച് വിശേഷങ്ങളല്ലേ. അപ്പൊ വീഡിയോ കുറച്ച് സെട്ടിന്നില്ല, നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നേ. എന്തെങ്കിലും പ്രശ്നങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താണ്. അത് പിന്നെ വീഡിയോയിൽ പറഞ്ഞു കൊടുക്കും ഞങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. വേറൊരു വീഡിയോയിൽ പറയാം. പിന്നെന്താ പൊന്നോ? അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അല്ലേ. കമന്റുകൾ അഭിപ്രായത്തിൽ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അങ്ങനെയൊക്കെ പിഴവുകളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക്. അതൊക്കെ ഞങ്ങൾ പൊറുക്കുക. എന്റെ മുത്താണ്. പൊന്നൂന്റെ ഷോർട്സ് റീൽസ് ഒക്കെ നിങ്ങളൊക്കെ കാണില്ലേ? പൊന്നോ എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങളൊക്കെ പറയാൻ ഒരുപാട് അഭിപ്രായങ്ങൾ വരാറുണ്ട്. നല്ല അഭിപ്രായങ്ങളാ വരാറ് പൊന്നൂസിനെ പറ്റി അല്ലേ പൊന്നോ? അഭിപ്രായങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല അല്ലേ പൊന്നോ? എന്താ പുറത്തിറങ്ങി നടക്കുമ്പോ ചെയ്യലേ? പുറത്തിറങ്ങി നടക്കുമ്പോ എന്താ അവസ്ഥ? എല്ലായിടത്തും വന്നുകാണ്ട് ചോദിച്ചു. അതേപോലെ ഇറങ്ങി നടക്കാന്, പള്ളിക്ക് കയറാൻ പറ്റും, നിസ്കരിച്ചാന്, കല്യാണത്തിന് കൂടാൻ പറ്റണില്ല, വിരുന്നിന് കൂടാൻ പറ്റണില്ല. ഒക്കെ ഓൻ ആൾക്കാർ പൊതിയാണ്. ഞങ്ങൾ ആർക്കും വേണ്ടട്ടാ. ഇമ്മാനിപ്പോ ആർക്കും പറ്റണില്ലാന്ന് അറിയണ്ടോന്. ഇമ്മാനിപ്പോ ആർക്കും പറ്റണില്ല. ഓൻ എല്ലാവർക്കും ഓന് ഇപ്പാന് ആൾക്കാർ പൊതിയാണ്. അവിടെ ചെന്നാലേ ഇവനാണ് കൂടുതൽ. എന്തൊക്കെ പറച്ചിലൂലേ. എന്നിട്ട് ഒരു ചെക്കൻ നമ്മള് വണ്ടിന്റെ ലേക്ക് ആക്കാൻ പോയില്ലേ, അപ്പൊ ഒരു ചെക്കൻ ഇങ്ങനെ കാണുന്നില്ലേ എവിടെ എങ്ങനെ അങ്ങനെ നടക്കുക. യൂട്യൂബർ അല്ലേ. എന്നിട്ട് പോലെ എന്താ ചോദിച്ചെന്നോട്? ഇന്ന് നമ്മള് വണ്ടി നഗറോടെന്ന് ചോദിച്ചാ എവിടെ ചെന്നാലും ഓന്റെ ആൾക്കാരല്ലേ എന്റെ ആൾക്കാര്. മാഷാ അല്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാരും നമ്മളെ തിരിച്ചറിയണ്ടല്ലോ. നമ്മളൊക്കെ പൂജയാണ്, വെറും വട്ടപൂജയാണ്. ആൾക്കാരെ തിരിച്ചറിയാന്ന് പറയുമ്പോ ഒന്നും അല്ലാത്ത നമ്മളെ പോലുള്ള പാവങ്ങളെ പറ്റിയില്ലേ ഒരാള് തിരിച്ചറിയുമ്പോ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളെ എന്താണ് എന്താ പറയാ, വലിയ വലിയ ആൾക്കാരെ എടുത്തിരിക്കുമ്പോഴോ അതിന്റെ അടുത്ത് എന്താണ് നമ്മളോട് വന്നുകാണ്ട് പൊന്നിനെ കാണുമ്പോ അങ്ങനെ ആയി കൈ സത്യം പറഞ്ഞാൽ ഞാൻ മാറില്ലട്ടെ. ഇവരൊക്കെയാണ് സംസാരിക്കല്. ഞാന് ശരിക്കും അങ്ങനത്തെ ഒരു മകളോട് എപ്പോഴും പറയും ഞാന്. കാരണം ഞാനൊക്കെ വളർന്ന രീതി എന്ന് വെച്ചാല് ഒന്നുമില്ലാതെ വെറും വട്ടപൂജം, ഒന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പോലും നിമർത്തില്ലാത്ത ഒരു ജീവിതം. സത്യം പറഞ്ഞാല് യൂട്യൂബ് കൊണ്ട് എന്തുണ്ടായിന്ന് വെച്ചാല് എല്ലാരും നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. എല്ലാവർക്കും നല്ല പെരുമാറ്റവും എല്ലായിടത്തും നമുക്ക് കാര്യമായിട്ട് ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഇപ്പൊ എനിക്കൊരു കുറുകത്താണെങ്കിൽ ഒരു കട ഉണ്ട്. അതിൽ ചെന്നാ എന്താ തരിക? അവിടെ എല്ലാം കൊടുക്കുക കാക്ക അല്ലേ. നമ്മുടെ കുറുകത്താണിക്ക അതിന്റെ ഷോപ്പിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പേരിട്ടില്ല. നമ്മളെ ഹുസൈൻകാക്ക ഉണ്ട്. മൂപ്പര് ഒരുപാട് വെറൈറ്റി ജ്യൂസുകള്, സർവത്തുകള്, അതുപോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ അവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു തണുത്ത ഒരു ഐറ്റം പായസം ഉണ്ട്. എന്ത് പായസം അറിയില്ല, അത് ഭയങ്കര ടേസ്റ്റ്. ഈ ഒരു വീഡിയോ ചെയ്യണം അതിനെ കുറിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ദിവസം കൊണ്ടുവന്നേ സാമ്പിൾ നോക്കി. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന ഉസൈനൊക്കെ പിന്നീട് എത്തിയിട്ട് എന്താ വേണ്ടിച്ച കടയിലാണ്ട് കൊടുക്കലാണ്. അത്രയും ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് സന്തോഷം ഉണ്ട് അതിലൊക്കെ അൽഹംദുലില്ലാ. പിന്നെന്താ പിന്നെ പൊന്നോ നിങ്ങൾക്ക് അറിയാലോ, ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ നല്ല നല്ല പാട്ടുകളൊക്കെ പാടും ആള്. അല്ലേ നമ്മള് പൊന്നോ ഇറക്കിയിട്ടില്ല ഇങ്ങോട്ട് പാട്ട്. ഇറക്കിയ പാട്ടാണെന്നെ ഉള്ളു ഇപ്പൊ മനസ്സില്. ഇപ്പൊ പുതിയ ഇറങ്ങിയ പാട്ട് ഏതാ ശരിക്ക്? അത് വേണ്ട, അത് നമ്മക്ക് ആരും കളിയാക്കൊന്നല്ല. നമ്മക്കാണ്ട് വൈറലായ ഒരു പാട്ടാണ്. വൈറലായ പാട്ടാണ്. പക്ഷെ എല്ലാവർക്കും നമുക്ക് എല്ലാരും വേണം, എല്ലാ പാർട്ടിക്കാരും എല്ലാരും വേണം. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാലികൾ മാറ്റിയേ, ശാസ്ത്രാവിൻ കടമൂട്ടിയേ, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, മോഹം മാറ്റിയതാരപ്പ,
സഖാക്കളാണേ അയ്യപ്പ. അയച്ചിട്ട് നമ്മളെ സഖാക്കളൊക്കെ കാണണേ, ഒന്നും വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കണ്ട. ഒരു കുട്ടിന്റെ ഒരു പാട്ടായി കണ്ടാ മതി. നമ്മള് ഇത് കാല് അപ്പൊ എന്താണ് ഇപ്പൊ ഫുള്ള് അതല്ലേ ഇലക്ഷൻ നമ്മള് ഫുള്ള് കേട്ട് ഇതാക്കിയ ഒരു പാട്ടല്ല. അത്ര അത് ഒന്നും കുറ്റവാളികളായിട്ടില്ല, കാരണം ആരോപണം മാത്രമേ ഉള്ളൂ. അത് പിന്നെ കോടതിയാണ് ചിന്തിക്കണ്ട. നമുക്ക് എല്ലാവരും വേണം, എല്ലാവരും ഒന്നാണ്. ഓനക്ക് എല്ലാ പാട്ടും അറിയാം അല്ലേ? ഓൻ എല്ലാ പാട്ടും പാടും. പള്ളിയല്ല പണിയണം പള്ളിക്കൂട്, ഓൻക്കറിയില്ല പുതിയ പണിയണം. അപ്പോ ചോരക്കളയുടെ ചോരം പകരണ കണ്ണാണ്. ഇപ്പൊ നിങ്ങളോട് കുറച്ച് സംസാരിക്കാണ്ട് ഇറങ്ങാണ്ട് ക്യാമറ ഓണാക്കി ഇരുന്നാണ് എനിക്ക് കുറച്ച് സംസാരിക്കാണ്ട്. നമ്മളെ വീഡിയോ ഒന്നും കുറെ ആൾക്കാർ കാണലില്ല. എന്താ വെച്ചാൽ നിങ്ങളൊന്നും ഇപ്പൊ വീഡിയോ ഇടായിട്ട് ഇന്നയാണ് പറച്ചില്ല, നിങ്ങൾ വീഡിയോക്ക് വരായിട്ടാണ്. പൊതുവെ ഞാൻ വരായിട്ട് തന്നെയാണ്. നല്ല ഉറക്കം വന്നു രാത്രി ഞാൻ സംസാരിക്കണത് വേർത്തതല്ലോ. അപ്പൊ നിങ്ങള് വീഡിയോക്ക് വരായിട്ടാണ്. ഞാനും പൊന്നും കൂടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലും നിങ്ങൾക്ക് നമ്മള് ചെറിയ കലാകാരന്മാരാണ്, ഞങ്ങൾ ചെറിയത് വെറും പൊടികളാണ്. അപ്പൊ ഒന്നും അറിയില്ല ഞങ്ങൾക്ക് വളരെ ചെറിയ കലാകാരന്മാരാണ്. ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ് കലാരംഗത്തൊക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ ഇതിനെല്ലാം ഇത് എഡിറ്റ് ചെയ്യാനായിക്കോട്ടെ, വീഡിയോ എടുക്കാനായിക്കോട്ടെ, ഇതിന്റെ എല്ലാ കാര്യത്തിനും മാളില്ലാതെ ഒരിക്കലും നടക്കൂല. കാരണം അവളാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ആൾക്ക് സുഖമില്ലാതായിട്ടും അങ്ങനെ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാനസികപരമായിട്ട് അല്ലേ അങ്ങനെ അപ്പൊ അങ്ങനെ കൂടി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അൽഹംദുലില്ലാ. എന്നാലും എപ്പോഴും നമ്മൾ പഠിച്ചോനെ ചോദിക്കുന്നത് 2026 ആയിട്ടുണ്ട്. നമ്മളെല്ലാം കുറച്ച് കടങ്ങളുണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷത്തിലാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, പണിയും കാര്യങ്ങളൊക്കെ. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ കണ്ണ് കൂടി കണ്ടിട്ട് ഈ കണ്ണ് കൂടി വിട്ടേക്കുക. ഈ ചെവി കൂടി കേട്ടിട്ടുണ്ട്. ചെവി കൂടി കേൾക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടാ. ഇപ്പൊ അമ്മ ആരെങ്കിലും പറയണൊന്നുമില്ല. പക്ഷെ അങ്ങനൊന്നും സംഭവില്ല. ആരും നമ്മളെ പറ്റി ഒന്നും പറയണില്ല. എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ്. ആരും ഫസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരും സപ്പോർട്ട്. ഇപ്പൊ ആരും ഒന്നും പറയില്ല, എല്ലാവരും നമുക്ക് സപ്പോർട്ട് തന്നെയാണ്. പൊന്നൂന് സ്കൂളിലെങ്ങനെ അല്ല ഉള്ളപ്പോ സപ്പോർട്ട് ചെയ്യാനാ ഇല്ല? ഒരു രണ്ടുപേര് വേറെ പാട്ടൊന്നും പാടണല്ലേ നീ? അപ്പൊ അങ്ങനെയൊക്കെയാണ് എഡിറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മള് ഇപ്പൊ ഞാനിപ്പോ നമ്മളെ യൂട്യൂബ് തുടങ്ങിയിട്ട് 2.5 വർഷം 3 വർഷമായില്ലേ? 3 വർഷമായി നമ്മളെ യൂട്യൂബ് തുടങ്ങിയിട്ട്. യൂട്യൂബ് തുടങ്ങിയിട്ട് 3 കൊല്ലായി യൂട്യൂബ് തുടങ്ങിയിട്ട്. 3 കൊല്ലായി യൂട്യൂബ് തുടങ്ങിയിട്ട്. ഈ 3 കൊല്ലം ഞാനാണ് എഡിറ്റ് ചെയ്യണത്. ഈ എഡിറ്റ് ചെയ്യണ എങ്ങനെ ഈ ഇരുത്തങ്ങനെ ഫോണിൽ നോക്കി ഇതിങ്ങനെ എഡിറ്റ് ചെയ്യല്ലേ. ചിലപ്പോ 1 മണിയാവും, 2 മണിയാവും, 3 മണിയാവും. ഈ സോഫയിൽ ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യണിക്കണം. അതിന്റെ ഇടയിൽ പുറത്തുനിന്ന് ഒരു എന്തേലും വെച്ചായിട്ട് ഒരൊറ്റ പാച്ചിലാണ് റൂമിക്ക്. അപ്പൊ അങ്ങനെ ചിലപ്പോ ഉറക്കം തൂങ്ങും. അപ്പോഴൊക്കെ നമ്മളൊക്കെ അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങൊക്കെ ചെയ്യും. അതിന്റെ ഇടയിൽ ഫോണ് ബുക്കും അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ആയിട്ട് ഈ കൈത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വെന്റയിക്കാണ്ട് ഡിസ്ക് തള്ളിയിട്ട് ഞരമ്പിന് ഈ കൈയിന്റെ 3 വിരലുമൊക്കെ വരുന്ന ഞരമ്പിനാണ് പ്രശ്നമുള്ളത്. ഡിസ്കുമ ജാം അയക്കണ്. അതുകൊണ്ടാണ് കൈയടിച്ചില്. കൈയോടൊന്നിനും പറ്റിയില്ല. ഭയങ്കര സുഖമില്ലായി എന്നാല് കരയുന്നു. കൈയൊക്കെ കട്ടിൽ വെച്ച് തച്ചിക്കാണ്ട് ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ ഇപ്പോ ഇതിന് ഈ നമ്മള് കൈയടിച്ചില് പറഞ്ഞാണ്ട് ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ കയ്യിന്റെ കടച്ചില് വരുന്നത് ഇവിടുന്നാണ്. നിങ്ങൾ എത്ര എക്സ്റേ എടുത്താലും MRI എടുത്താലും കാണൂല പറഞ്ഞു. അപ്പോൾ ഇവിടുന്നാണ് ഈ വരുന്നത്. അപ്പൊ ഇത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന കൈത്ത് ഇങ്ങനെ കിടക്കണം. അപ്പൊ ഇങ്ങനെ മേലെ നോക്കിയിട്ട് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് മാറൂല, ആക്കത്തിൽ മാറുള്ളൂ. പരമാവധി ഞാൻ മേൽക്കൊക്കിട്ട് കിടക്കല്. അങ്ങനല്ല, നമ്മള് ചെരിഞ്ഞു പോകുന്നൊക്കെ കിടക്കൂലേ. ഇമ്മാക്ക് കൈത്തില് സാധനം വെച്ച് കിടന്ന ഇങ്ങനല്ലേ
സീലിംഗ് നോക്കി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇഞ്ഞും എഡിറ്റ് ചെയ്യാൻ വല്ലാതെ പറ്റിയത്. കുറച്ച് നേരം എനിക്ക് ഫോണിൽ തല താത്തിരുന്നാൽ എനിക്ക് എൻ്റെ തല കൊണ്ട് വയ്ക്കൂല. നമുക്ക് കുറച്ച് യാത്ര ചെയ്താൽ പറ്റണില്ല. ഇപ്പോൾ യാത്ര ചെയ്യാനൊന്നും വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കില്ല, അതിനൊന്നും പറ്റണിയത് കൗത്ത് വേദനയായിട്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കുട്ടിമോനാണ് എഡിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതും കുട്ടിമോനെ എടുത്ത് കൊടുക്കണം എന്ന് കുട്ടിമോൻ കിടന്നിക്കണം. ഇനിയിപ്പോൾ എന്താ നാളെ രാത്രി ലൈവ് ഉണ്ടാവൂട്ടാ. ലൈവ് ഉണ്ടാവും. നാളെ രാത്രി ഞങ്ങളെ ലൈവ് ഉണ്ടാവൂട്ടാ. അതില് ഞാനും ഉണ്ടാവൂട്ടാ. അങ്ങനല്ലേ പറയാളേ? എല്ലാരും ഉണ്ടാവും. എല്ലാരും ഉണ്ടാവും. ഞാനുണ്ടാവും, ഉമ്മയുണ്ടാവും. ഇവന്റെ ആഗ്രഹം എന്താ വെച്ചാല് ഇവൻക്ക് അനാൻഷ പോണേക്ക് പോണം എന്നാണ്. എനിക്ക് അനാൻഷനെ പോലെ ആവണം എന്നല്ലേ ഇന്ന് വണ്ടി എനിക്ക് അനാൻഷാനെ പോലെ ആവണം. വലിയ പാട്ടുകാരനാവണം, അങ്ങനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഇപ്പൊ ലൈവ് ഇടാന്ന് പറഞ്ഞപ്പോ ഇനി നേരമില്ല. ഇനിയിപ്പോ കൊറേ നേരമായില്ല ലൈവ്. എല്ലാരും നമ്മളെ വെയിറ്റ് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ നാളെ അല്ലേ പറഞ്ഞു കൊടുക്ക്. നാളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. നേരം വെക്കും, ഓല് കാണൂല. നാളെ രാത്രി ലൈവ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മറക്കാതെ കാണണം. നാളെ ലൈവ് ഉണ്ടാവും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഷെയർ ചെയ്യണ്ടേ? എല്ലാരും ഷെയർ ചെയ്യാ. പിന്നെന്താ വെച്ചാല് പൊന്നൂന്റെ നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ടാവട്ടെ നാളെ. അതെ. പിന്നെ നാളത്തെ ഷോർട്സ് വീഡിയോ റീൽസില് മാളുണ്ട്, പൊന്നുണ്ട്, ഞാനുണ്ട്. നാളത്തെ ഒരു വെറൈറ്റിയാണ്. ഞങ്ങള് ചിരിച്ചു മടക്കും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ മുത്തു അവിടെ പുറത്തുണ്ട്, കുട്ടിമോ അവിടെ റൂമിലുണ്ട് കിടന്നിക്കണേ. ഞെട്ടിക്കൽ ഡയലോഗ് ഉണ്ട് അല്ലേ? ഞെട്ടിക്കൽ ബിരിയാണി എന്ന കാര്യം നാളത്തില് നാളെ വരാൻ പോണാണ്. അല്ല മറ്റന്നാളെ മടക്കും. ഞെട്ടിക്കൽ ബിരിയാണിന്റെ ആണ്. എങ്ങനെ അറിയോ? പറയരുത്, പറഞ്ഞ പ്രശ്നവും. അപ്പൊ മറ്റന്നാളെ കണ്ടോളി. മുത്താണ് മുത്ത്. മറ്റേത് പിന്നെന്താ ഇനി വൈൻഡപ്പ് ചെയ്യാൻ പോണ്ടാ. അപ്പോ മറ്റന്നാൾ പുതിയ വീഡിയോ വീണ്ടും വരാം. നാളെ ഒരു പുതിയ വീഡിയോ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ.